വ്യക്തികളുടെ സ്വകാര്യതയിൽ ഏകപക്ഷീയമായി കൈകടത്താൻ അനുവദിക്കരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. സ്വകാര്യത മൗലികാവകാശമാണോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിലാണ് കേരളത്തിന്റെ വാദം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ചിന്താരീതിയുടെയും സ്വകാര്യത മാനിക്കപ്പെടണമെന്നും കേരളം കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ് കേരള സർക്കാർ സ്വകാര്യതക്കായി വാദിച്ചത്. സ്വകാര്യത വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിൽ കൈകടത്താൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ശരീരത്തിന്റെയും മനസ്സിന്റെയും മാത്രമല്ല, ചിന്താപരമായ സ്വകാര്യതയും മാനിക്കപ്പെടണം. സ്വകാര്യത നിരീക്ഷിക്കാനും പകർത്താനും ഭരണകൂടത്തെ അനുവദിക്കുന്നത് അപകടകരമാണ്. ഇത് വ്യക്തികളുടെ ജീവിതം വാൾമുനയിലാകും. സ്വകാര്യത സംബന്ധിച്ച് കോടതികൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണമെന്നും കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ PV സുരേന്ദ്രനാഥ് വാദിച്ചു. ആധാർ പോലുള്ള സംവിധാനങ്ങൾക്കായി ശേഖരിക്കുന്ന വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ലെന്ന കാര്യവും സംസ്ഥാന സർക്കാർ കോടതിയെ ഓർമ്മിപ്പിച്ചു. അതേസമയം സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ ആര്യാമ സുന്ദരം വാദിച്ചു. ഭരണഘടനയെയോ ഏതെങ്കിലും നിയമത്തെയോ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല. പുതിയ മൗലികാവകാശം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി നിയമങ്ങൾ സ്വകാര്യത സംരക്ഷിക്കാൻ നിലവിലുണ്ടെന്നും അതിനാൽ മൗലികാവകാശമായി സ്വകാര്യതയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും മധ്യപ്രദേശ് സർക്കാരും വാദിച്ചു. മീഡിയ 1 ഡൽഹി.